बोलो भारत माता की, भारत माता की. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഇടുക്കിയിലെയും നിലമ്പൂരിലെയും ഒക്കെ ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഒരു പ്രത്യേകത, നമ്മളൊക്കെ ഈ മലയോര കർഷകന്മാർ മണ്ണിനോടുമൊക്കെ പടവെട്ടി കരുത്താർജിച്ച് ഊർജ്ജസ്വലരായിട്ടുള്ള ആളുകളാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ ഭാരത് മാതാവിൻ്റെ ഒരു ചിത്രം വെച്ചു എന്ന് പറഞ്ഞിട്ട് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പിണങ്ങിപ്പോവുകയും കേരളത്തിലെ സർക്കാരും സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ രാജ്യവിരുദ്ധരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭാരതമാതാവിൻ്റെ ചിത്രം രാജ്ഭവനിൽ വെച്ചതെന്തോ തെറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ നമ്മൾ ഉറക്ക വിളിക്കുന്ന മുദ്രാവാക്യം അവർക്ക് വേണ്ട മറുപടി ആയിരിക്കണം. അതുകൊണ്ട് മുഷ്ടി ചുരുട്ടി സകല ആരോഗ്യവും ഊർജവും എടുത്തിട്ട് ഉറക്ക വിളിക്കണം, ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരതീയ ജനതാ പാർട്ടിക്ക്. ആദരണീയനായിട്ടുള്ള ഇന്നത്തെ ഈ യോഗ അധ്യക്ഷൻ ശ്രീ ഗിരീഷ് മേക്കാട് അവർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും നമ്മുടെയൊക്കെ വഴികാട്ടിയും BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള ശ്രീ PK കൃഷ്ണദാസ് അവർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാന്യപ്പെട്ടിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരെ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ഈ ഒരു സമയത്ത് നമ്മളിവിടെ ഈ പറയുന്ന കാര്യം ഇതൊരു സുവർണ അവസരമാക്കി കണക്കാക്കി ഈ കേരളത്തെ മുഴുവൻ നമുക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെയും കേരളത്തിലെ ദൃശ്യ ശ്രാവ്യ മുഴുവൻ മാധ്യമങ്ങളുടെയും കണ്ണുകൾ ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടത്തിലോട്ട് മാത്രമായി ചുരുങ്ങുമെന്നിരിക്കെ, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് സഹിച്ചു കൊണ്ടുവന്നിരുന്ന യാതനകൾ എന്തൊക്കെയാണ്? നമ്മളെ വികസനത്തിന്റെ മുന്നിലോട്ട് നയിക്കാതെ ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തിലെ, ഈ ഒരു പ്രദേശത്തെ വികസന മുരടിപ്പിലേക്ക് എത്തിച്ചേർത്തിയ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതോടൊപ്പം തന്നെ UDF-ന്റെയും നയങ്ങൾക്കെതിരെ ഉറക്കെ സംസാരിക്കുവാനും, അങ്ങനെ ഉറക്കെ സംസാരിച്ച് ഈ നാട്ടിൽ മുഴുവൻ കേൾപ്പിക്കുവാനും, ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സർക്കാരിനെ പിന്നോട്ടടിക്കുവാനും, അവരെ ഒരു പാഠം പഠിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഇത് എന്ന് നിലമ്പൂരിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ നാട്ടുകാരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാൻ വേണ്ടിയിട്ടുള്ളത്, ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാൻ വേണ്ടിയിട്ടുള്ളത്, ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ വിജയിപ്പിച്ചുകൊണ്ട് കിട്ടാനുള്ളത് ചോദിച്ചു വാങ്ങിക്കുവാനും പറഞ്ഞു വാങ്ങിക്കുവാനും വേണ്ടിയിട്ടുള്ള തന്റെ ഇടം ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള കരുത്തരായിട്ടുള്ള ജനങ്ങൾ വാങ്ങണമെന്നാണ് എനിക്ക് ഈ അവസരത്തെ നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം കഴിഞ്ഞ 10-11 വർഷക്കാലമായിട്ട് വികസനത്തിന്റെ പേരിൽ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ, ദൗർഭാഗ്യവശാൽ പല വിഭാഗങ്ങളിലും പലയിടങ്ങളിലും ഒന്നാമതായിരുന്ന കേരളം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് കേരളം ഈ രാജ്യത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും പോലെ മുമ്പോട്ട് പോകണമോ, അതോ ആകാശത്ത് നിന്നും കുഴിയിലേക്കും കുഴിയിൽ നിന്നും പടുകുഴിയിലേക്കും വീണ്ടും വീണ്ടും പോകണമോ എന്ന് ചിന്തിക്കുവാനും ഈ കേരളത്തിലെ 3.5 കോടിയിലധികം വരുന്ന മുഴുവൻ ജനതയെ കൊണ്ട് ചിന്തിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ള സുവർണ അവസരമാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്, നമുക്ക് നിലമ്പൂരിൽ വന്നിരിക്കുന്നത്. ഞാൻ അധികം സംസാരിക്കുവാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള 1-2 വിചാരങ്ങൾ മാത്രം നിങ്ങളുടെ ഉള്ളിലേക്ക് വർഷിച്ചുകൊണ്ട് നിർത്താമെന്ന് ഞാൻ വിചാരിച്ചു കൊള്ളട്ടെ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കേരളം വിദ്യാഭ്യാസത്തിൽ 1-ാം നമ്പറാണ്, മലയാളികൾ വിദ്യാഭ്യാസത്തിൽ 1-ാം നമ്പറാണ് എന്നെല്ലാം. ഒരു പരിധിവരെ ശരിയുമായിരുന്നു. ഒരു കാലഘട്ടം വരെ മലയാളിയുടെ മിടുക്കുകൊണ്ട്, മലയാളിക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം കൊണ്ട് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസത്തിൽ നാം വളരെയധികം മുന്നേറുകയുണ്ടായി. പക്ഷേ അതിൻ്റെ പേരിൽ മലയാളി കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ വിദ്യാഭ്യാസത്തിന്റെ നേരിൽ ഊറ്റം കൊള്ളുന്ന കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ സംസ്ഥാനം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കേരളത്തിൽ കൊള്ളാവുന്ന ഒരു സർവകലാശാല, കൊള്ളാവുന്ന ഒരു കോളേജ് നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? നമ്പർ 1 കേരളത്തിലെ
നമ്പർ 1 കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പഠിച്ച തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജ് നിർമ്മിക്കുന്നത് 1870കളിലാണ്. കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള എറണാകുളം മഹാരാജാസ് കോളേജ് നിർമ്മിക്കുന്നതും ആ കാലഘട്ടത്തിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ കേരളത്തിൽ പറഞ്ഞ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കോൺഗ്രസ് പാർട്ടിയും അവരുടെ LDF-ഉം UDF ഘടകകക്ഷികളും അവർ ചേർന്ന് മലയാളികളെ വീണ്ടും വീണ്ടും കബളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇലക്ഷൻ പോലും നമ്മിലേക്ക് അടിച്ച് ഏൽപ്പിച്ച സമയത്ത് എന്തു ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടത്, PV അൻവറിനെ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടത്, ആര്യാടൻ ഷൗക്കത്തിനെ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടത്, ജനാധിപത്യത്തിന്റെ രീതിയിൽ ഇവർക്കൊക്കെ തിരിച്ചടി കൊടുക്കുവാനും മറുപടി കൊടുക്കുവാനുമുള്ള ഒരവസരമായിട്ട് നിലമ്പൂരിലെ നല്ലവരായിട്ടുള്ള സമ്മതിദായകർ ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച് ഞാൻ ഇടുക്കിയിൽ നിന്ന് വരികയാണെന്ന്. സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള പട്ടിണി പാവങ്ങളായിട്ടുള്ള അന്നന്നത്തെ അന്നത്തിനു വേണ്ടി കൂലിപ്പണി എടുക്കുന്ന ധാരാളം ആളുകളുള്ള ഒരിടം കൂടിയാണ്, ഒരു നിയോജക മണ്ഡലം കൂടിയാണ് ഇവിടെ. കഴിഞ്ഞ വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഇവിടുത്തെ ആദിവാസി കോളനികളിലെല്ലാം, ആദിവാസികൾ വസിക്കുന്ന ഇടങ്ങളിലെല്ലാം, വനവാസി വിഭാഗത്തിലെ ആളുകൾ വസിക്കുന്ന ഇടങ്ങളിലെല്ലാം ഞങ്ങളും കയറി ചെല്ലുകയുണ്ടായി. ഒരു പാലം പോലും ഒന്നാലോചിച്ച് നോക്കണം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ നിവാസികൾ മാത്രമല്ല, ഈ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ മലയാളികളും ഉറക്കെ കേൾക്കണം. ഈ നാട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന നമ്പർ 1 കേരളത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരും പട്ടിണിപ്പാവങ്ങളുമായിട്ടുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് കയറി ചെല്ലണമെങ്കിൽ ഇന്നും ചെങ്ങാടം വേണമെന്ന് പറയുമ്പോൾ, മുളകൾ കെട്ടിക്കൂട്ടിയ ചെങ്ങാടം വേണമെന്ന് പറയുമ്പോൾ, ഈ പിണറായി വിജയനും ഈ VD സതീശനുമെല്ലാം എന്ത് കണ്ടിട്ടാണ് നിലമ്പൂരിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് ഇന്നാട്ടിലെ നല്ലവരായിട്ടുള്ള മലയാളികൾ ഉറക്കെ ചിന്തിക്കണം, ഉറക്കെ ചോദിക്കണം. ഈ കുത്തിയൊലിക്കുന്ന മഴവെള്ളത്തില്, ഈ കുത്തിയൊലിക്കുന്ന മഴവെള്ള പാച്ചിലും സഞ്ചരിക്കാൻ ഒരു പാലമോ തോണിയോ പോലുമില്ലാതെ മുളകൾ കൂട്ടിക്കെട്ടിയ ചെങ്ങാടത്തിൽ യാത്ര ചെയ്യുന്നതാണ് നമ്പർ 1 കേരളത്തിന്റെ വികസനമെങ്കിൽ, ആ വികസനം ഞങ്ങൾക്ക് വേണ്ട പിണറായി വിജയ, ആ വികസനം ഞങ്ങൾക്ക് വേണ്ട സ്വരാജ എന്ന് ഉറക്കെ പറയാൻ വേണ്ടിയിട്ട് നിലമ്പൂരിലെ നിവാസികളെ കൊണ്ട് സാധിക്കണം. ഇനി ചെങ്ങാടത്തിലൊക്കെ കയറിയിട്ട് വീട്ടിലോട്ട് ചെന്നാലോ? നിങ്ങളൊക്കെ പോയിട്ടുള്ളതല്ലേ, നമ്മളൊക്കെ അനുഭവിക്കുന്നതല്ലേ? വീടെന്ന് പറയുന്ന ടാർപോളിൽ മാത്രം വലിച്ചു കെട്ടിയ രൂപങ്ങൾ, വീടെന്ന് പറയുന്ന ടാർപോളിൽ മാത്രം വലിച്ചു കെട്ടിയ രൂപങ്ങൾക്കടിയിൽ കിടന്നുറങ്ങുന്ന എത്രയോ മനുഷ്യ ജീവനുകളാണ് അവിടങ്ങളിലെല്ലാം ഉള്ളത്. പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കൊന്ന് തുണി മാറുവാൻ വേണ്ടിയിട്ട് പോലും അടച്ചുറപ്പില്ലാത്ത ഒരു മുറിയുള്ള വീടില്ലാതിരിക്കെ, ഇനി രാത്രിയിലെ വന്യമൃഗങ്ങളെ പേടിച്ചിട്ട് വനത്തിന്റെ ഉള്ളില് മരങ്ങൾക്ക് മുകളില് ഏറുമാടങ്ങൾ കെട്ടി താമസിക്കണമെന്നിരിക്കെ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ നന്നായിട്ട് കേട്ടോ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ നന്നായിട്ട് കേട്ടോ. ഇന്ന് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വന്തമായി കൂരയില്ലാതെ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി മരങ്ങൾക്ക് മുകളിൽ ഏറുമാടം കെട്ടി താമസിക്കേണ്ട ദുർവിധിയുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ആ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കേണ്ട പ്രതിപക്ഷ നേതാവിന്റെ പേര് VD സതീശൻ എന്നാണ്. പറ്റിക്കുകയാണ് ഇവർ നമ്മളെ. ഞങ്ങൾക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ ജനങ്ങളോട് മാത്രമല്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങളോട് മുഴുവനായിട്ടാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇടതുപക്ഷത്തിന് വേണ്ടി കൊടിപിടിക്കുന്ന, VD സതീശന് വേണ്ടി കൊടിപിടിക്കുന്ന, പകൽ PV അൻവറിനെ തള്ളിപ്പറയുകയും എന്നാൽ രാത്രി തലയിൽ മുണ്ടിട്ട് പോവുകയും ചെയ്യുന്ന അഭിനവ രാഹുലന്മാർക്ക് കൈയടിക്കുന്ന ഇന്നാട്ടിലെ പാവപ്പെട്ട കോൺഗ്രസ്സുകാരോടാണ് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇവര് പകല് തള്ളിപ്പറയും, ഇവര് രാത്രിയിൽ തലയിൽ മുണ്ടിട്ട് പോയി കാല് പിടിക്കും. ഇതാണ് ഈ നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ നമുക്കൊരു ഹൈവേ ഉണ്ടാക്കി തരില്ല, ഇവർ നമുക്കൊരു ബൈപ്പാസ് ഉണ്ടാക്കി തരില്ല, ഇവർ നമ്മുടെ കൃഷി നശിപ്പിക്കുന്ന പന്നികളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ഓർഡർ ഇടില്ല, ഇവർ നമ്മുടെ അമ്മമാരുടെ തലയിൽ ചവിട്ടി അമ്മമാരെ കൊന്നില്ലാതാക്കുന്ന ആനകൾ ഇങ്ങോട്ട് കടക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള കിടങ്ങുകൾ നിർമ്മിക്കില്ല. ഇവർ ആ ആനകൾ, നമ്മുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന ആനകൾ നമ്മളുടെ പറമ്പിലേക്ക് കടക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഫെൻസിങ്ങുകൾ നിർമ്മിക്കില്ല.
നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ വർഷവും കേന്ദ്ര സർക്കാർ 77 കോടി രൂപയോളം, ഓരോ വർഷവും കേന്ദ്ര സർക്കാരിന്റെ 77 കോടിയോളം രൂപ തിന്ന് സ്വന്തം കീശ വീർപ്പിക്കുകയും സ്വന്തം തടി കൂട്ടുകയും ചെയ്യുന്നതല്ലാതെ ഇന്നാട്ടിലെ LDF ആയിക്കോട്ടെ, ഇന്നാട്ടിലെ UDF ആയിക്കോട്ടെ, നിലമ്പൂരിലടക്കമുള്ള കർഷകരുടെ, മലയോര കർഷകരുടെ സ്ഥലങ്ങളിലേക്ക് കാട്ടുപന്നി കയറുന്നതും കാട്ടാന കയറുന്നതും വന്യമൃഗങ്ങൾ കയറുന്നതും തടയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നിരിക്കെ എന്തിനാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ കൊടി നിങ്ങൾ പിടിക്കുന്നത്? എന്തിനാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടികൾ നിങ്ങൾ പിടിക്കുന്നത്? പലരും അതിൽ നിന്നൊക്കെ മുക്തരായിട്ടതായ യൂത്ത് കോൺഗ്രസിൽ നിന്നും DYFൽ നിന്നൊക്കെ വന്ന ആളുകൾ നമ്മളോടൊപ്പം നമ്മുടെ സദസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ നിലമ്പൂരിലെ ജനങ്ങളോട് പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങളും മാറേണ്ടതായിട്ടുണ്ട്. ഈ കോൺഗ്രസ് പാർട്ടി പറയുന്ന, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന, ഈ LDF പറയുന്ന, ഈ UDF പറയുന്ന ഈ നുണപ്രചരങ്ങളെ വിശ്വസിക്കാതെ യഥാർത്ഥ വികസനം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടേ? യഥാർത്ഥ വികസന മാറ്റം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടേ? ആ യഥാർത്ഥ വികസനത്തിന് വേണ്ടിയിട്ട്, ആ യഥാർത്ഥ മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ കേരളത്തിന് പുറത്ത് സഞ്ചരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു 10 വർഷം മുമ്പുള്ള തമിഴ്നാടാണോ ഇന്നുള്ളത്? ഒരു 10 വർഷം 15 വർഷം മുമ്പുള്ള മധ്യപ്രദേശ് ആണോ ഇന്നുള്ളത്? ഒരു 15 വർഷം മുമ്പുള്ള ഉത്തർപ്രദേശ് ആണോ ഇന്നുള്ളത്? എന്തിന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പോലും മറ്റ് പലയിടങ്ങളും വളരെയധികം മുന്നേറിയെന്നിരിക്കെ ഈ കേരളത്തിന് മാത്രം മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കാത്തത് എന്താണ്? ഈ കേരളത്തിൽ മാത്രം നമ്മൾ വീണ്ടും പിന്നോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പെൻഷൻ കിട്ടുന്നില്ല, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്റ്റൈപ്പൻഡ് പോലും കിട്ടുന്നില്ല, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള ലംസൺ ഗ്രാന്റ് പോലും കിട്ടുന്നില്ല, നമുക്കൊരു ജോലിയും കിട്ടുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നമ്മുടെ ചെറുപ്പക്കാര് ഒരു ദിവസം 1000, 2000, 3000 എന്ന കണക്കിൽ നമ്മുടെ ചെറുപ്പക്കാര് വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഒരു വൃദ്ധാലയമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ? അതിനൊക്കെ ഒരു സംശയവും വേണ്ട. നമ്മുടെ മുന്നിൽ വെളുക്ക വോട്ട് ചോദിച്ചു വരുന്ന, നമ്മളെ ഇനിയും കബളിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സ്വരാജിന്റെ LDFും ഷൗക്കത്തിന്റെ UDFും തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാൻ വേണ്ടിയിട്ടുള്ളത്, ഇവിടെ ഇരിക്കുന്ന BJPക്കാർ മാത്രമല്ല, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായിട്ടുള്ള നിലമ്പൂർ നിവാസികളോട് മുഴുവൻ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ടുള്ളത്, നമുക്കൊരു മാറ്റം വേണം. നമുക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള ഈ ഒരു കാലഘട്ടത്തെ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള മുളകണ്ടുള്ള ചെങ്ങാടങ്ങളിൽ പോയാൽ പോരാ. നമുക്ക് കട്ടിയുള്ള ട്രക്കുകൾ കയറുന്ന, വലിയ ബസ്സുകൾ കയറുന്ന പാലങ്ങൾ നമുക്ക് വേണം. നമുക്ക് വെറും 3 മീറ്റർ മാത്രം വീതിയുള്ള, ഒരു മഴ നനഞ്ഞാൽ കുളമാകുന്ന ചെറിയ മൺപാതകൾ മാത്രം പോരാ. നമുക്ക് വലിയ റോഡുകൾ വേണം. നമുക്ക് നമ്മുടെ പെൺകുട്ടികൾക്ക് തുണി മാറുവാൻ വേണ്ടിയിട്ട് അടച്ചുറപ്പുള്ള മുറികളുള്ള വീടുകൾ വേണം. ഏതെങ്കിലും 2 ടാർപോളിൻ വലിച്ചു കെട്ടിയിട്ട് അതിനെ വീടെന്ന് പറയുവാൻ വേണ്ടിയിട്ടുള്ള രൂപങ്ങളായി മാത്രം നമുക്ക് മാറ്റിയാൽ പോരാ. വന്യമൃഗങ്ങളെ പേടിച്ചിട്ട് മരത്തിന് മുകളിൽ ഏറുമാടങ്ങൾ കെട്ടി ജീവിക്കുന്ന മനുഷ്യരായിട്ട് നമുക്ക് ജീവിച്ചാൽ പോരാ. നമ്മുടെ മുമ്പിലിരിക്കുന്നത്, നമ്മുടെ ഭാവിയിലേക്ക് ഇരിക്കുന്നത് ഒരു വലിയൊരു പുലരിയാണ്, വികസനത്തിന്റെ പുലരിയാണ്. നരേന്ദ്രമോദി നയിക്കുന്ന വികസനത്തിന്റെ പുലരിയാണ്. അതിനു വേണ്ടിയിട്ട്, ആ നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതത്തിന് വേണ്ടിയിട്ട്, ആ വികസനം ഈ നിലമ്പൂരിന്റെ മണ്ണിലും എത്തുവാൻ വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷത്തിനെയും ഐക്യജനാധിപത്യ മുന്നണിയെയും തൂത്തെറിഞ്ഞുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥിയെ ഇവിടെ വിജയിപ്പിക്കുക, NDAയുടെ സ്ഥാനാർത്ഥിയെ ഇവിടെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒരു മാറ്റത്തിന് തയ്യാറാകണമെന്ന് ഉറക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട്, ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.